ഇപ്പോൾ CPI മുൻ നേതാവ് എസ് രാജേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് പോകുന്നു. നിങ്ങൾ പ്രചരിപ്പിച്ചോ? സിപിഎമ്മുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് പറയുന്നു. ഈ സമയത്ത് ഈ പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇതൊരു സമ്മർദ്ദ തന്ത്രമാണ്. അതെല്ലാം പാർട്ടിയെ സമ്മർദ്ദ തന്ത്രത്തിൽ കൊണ്ടാക്കിയിട്ട് എന്നാ ചെയ്യാനാ? അതും ആ പാർട്ടി പേടിക്കുന്ന പാർട്ടിയാണോ CPM? അതുകൊണ്ടൊന്നുമല്ല. ഈ താങ്കൾ ഈ പോയ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. ആ ഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ആളുകൾ പോകുന്നു എന്ന പ്രചാരണം CPM തന്നെ നടത്തുന്നു. ആ സമയത്ത് താങ്കളെ പോലെ ഒരു മുതിർന്ന നേതാവ് BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അത് ശരിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അതായത് അതിനകത്ത് ഒരു പെസക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. എന്താണ്, ഞാനൊരു നേതാവല്ല ഇപ്പോൾ. ആ നേതാവിൻ്റെ ഓർമ്മയിലല്ല പോയതും. വ്യക്തിപരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. പിന്നെ 24 ഇങ്ങനെ അവർക്ക് എങ്ങനെ കിട്ടിയെന്നറിയില്ല. അവരുമായിട്ട് മറച്ചു വെക്കുകയും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ അവിടെ പല ആളുകളും ബാക്ക് ഡോറിൽ കൂടി പോകുന്ന പോലെ എനിക്കും പോകായിരുന്നു. അതൊന്നും നല്ല കാര്യം. ഞാനത് കഴിഞ്ഞിട്ട് അവിടെ 24ൻ്റെ റെപ്രസെൻറ്റേറ്റീവ് നിൽക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടാണല്ലോ വന്നത്. ഒത്തിരി നേരം ഇരുന്ന് സംസാരിക്കുകയും ചെയ്തില്ലല്ലോ. അവരുടെയും സമയം തിരക്കുണ്ട്, നമുക്കും ഒപ്പം തന്നെ വരണമെന്നുണ്ടായിരുന്നു. ചെയറാണോ മെമ്പർഷിപ്പ് എടുക്കാനോ ഒക്കെ ആണെങ്കിൽ അതല്ലല്ലോ, ഒരു തയ്യാറെടുപ്പ് വേണ്ടേ? പിന്നെ കേരളത്തിൻ്റെ ഏതെങ്കിലും നേതാക്കളില്ലാതെ അങ്ങനെ നടക്കുമോ? അങ്ങനെയൊന്നും ഒരു എന്താ പറയുക, പത്രവാർത്തകളിൽ കൂടി ഇങ്ങനെ കടന്നു പോകാം എന്നുള്ളതല്ലാതെ BJPയിലേക്ക് പ്രവേശിക്കാനോ മെമ്പർഷിപ്പ് എടുക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ യാതൊരു ഉദ്ദേശവും ഇല്ല. ഈ സന്ദർശനം കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ CPMന്റെ നേതാക്കൾ ആരെങ്കിലും വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. രാത്രി തന്നെ വിളിച്ചു, ഇത് എന്താണ് TV ഓടണമെന്ന്. ഈ TV മുഴുവൻ ഇങ്ങനെ ഇരിക്കാനാണോ, ആണ്ടുകളോളം ഇങ്ങനെ ഇരിക്കാനാണോ ഉദ്ദേശിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു 24 ഉള്ളിടത്തോളം നമ്മൾ TV ഇരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഈ നേതാക്കന്മാരുടെ പേര് ചോദിക്കുന്നത്? നേതാക്കന്മാർ പറഞ്ഞു, ഞാൻ വിളിച്ച നേതാവിനോട് ഞാൻ പറഞ്ഞു, അതായത് അതിനകത്ത് ഒരു ചെറിയ വീഴ്ച എനിക്ക് പറ്റിയിട്ടുണ്ട്. അക്കാര്യം തുറന്നു പറയുന്നതിലൊന്നും ഒരു വിഷമം എനിക്കില്ല. എന്നെ വിളിച്ച നേതാവിനോട് സോറി പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു പ്രശ്നമുണ്ട്. അത് പറയാനാണ്. ഇദ്ദേഹത്തിൻ്റെ ചോദ്യവും അങ്ങയുടെ ചോദ്യവും കറക്റ്റായിരിക്കും. നല്ലപോലെ പൂർണ്ണമായ മനസ്സോടെ അധ്വാനിക്കുന്ന സമയത്ത് ഒരു സംശയം ഉണ്ടായി. ഇപ്പോൾ 2-3 കൊല്ലമായി രംഗത്തില്ല. ഇനിയിപ്പോൾ പരസ്യമായി പോയി പ്രചരണത്തിൽ പോകുമ്പോഴും ചിരി ശരിയായില്ല, മുഖം ശരിയായില്ല, കറുത്തിരുന്നു, മുടി ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞിരുന്നു എന്ന് പറയുന്നതിനെ കേൾക്കാൻ വിഷമമുണ്ട്. അതുകൊണ്ട് ഉള്ളു തുറന്ന് മനസ്സോടുകൂടി ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് എനിക്ക് ബോധ്യമില്ലാഞ്ഞിട്ടല്ല. നേതാക്കന്മാരെല്ലാം ജീവനും ചോരയും കൊടുത്തുള്ള പ്രചരണവും ഈ പാർട്ടിയുടെ നയമൊക്കെ ആയിട്ട് നിലനിർത്താൻ വേണ്ടി പെടാപ്പാടുപെടുന്ന കാര്യമൊക്കെ അറിയാം. പക്ഷേ ഇന്നലത്തെ ആ ഒരു തിരക്കങ്ങ് വിട്ടുപോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യം മാത്രമേ അതിനകത്തുള്ളൂ. വേറെ ഒന്നും പത്രം മീഡിയാസ് ഒന്നും ചിന്തിക്കേണ്ടതില്ല. അല്ല, CPM അത് ഉണ്ടെന്ന്, അതൊരു പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഇന്ന് വരെ പാർട്ടിക്കെതിരെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. പരമാവധി പാർട്ടിക്ക് ജീവിതവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മേഖലയിലും ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. കൺവെൻഷനിൽ പങ്കെടുത്തതിന് ശേഷം ഈ പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച അത് ഇത്രയും വലിയ വാർത്തയായത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കില്ല. അങ്ങനെ ആക്കുമെന്ന് കരുതാതെ പോയതാണ് തെറ്റ്. അതാണ് പ്രശ്നം. അതാണ് നിങ്ങളും വന്നത്, ഞാനും ഈ പറയാൻ ഇടയായ കാര്യങ്ങൾ. അത് വ്യക്തിപരമായ കാര്യമാണ്. അതൊന്നും തെറ്റായിപ്പോയല്ല. ഈ അവസരത്തിൽ വേണ്ടായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും ദൊറ പോയി കാര്യം നോക്ക് എന്ന് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. അവരുടെ ഒരു നിർബന്ധം കൊണ്ട് പിന്നെ അവരുടെ കൂടെയാണ്. ഒരു ചടങ്ങിൻ്റെ കാര്യത്തിൽ ഒരു വൈഭവമാണ്. അത് എങ്ങനെ നിഷേധിക്കുന്നതെന്ന്. പിന്നെ വേറെ പ്രത്യേക ജോലിയൊന്നും ഇല്ലല്ലോ. താങ്കളെ BJPയിൽ എത്തിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമം നടത്തുന്നത് തമിഴ്നാട്ടിലെ OBC മോർച്ച പ്രസിഡന്റായിട്ടുള്ള ദുരൈയാണെന്നുള്ളത് വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒരു പ്രചരണമൊന്നുമില്ല. വീട്ടിൽ ബന്ധുക്കളല്ലേ വീട്ടിൽ വരുമ്പോൾ അങ്ങനെ അവർ പറയുന്നതെല്ലാം കേൾക്കുന്ന ആളുമല്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ എടുത്ത് പോകണ്ടേ? പോയില്ലല്ലോ. ദുരൈ ബന്ധുവാണ്. ഈ ചിത്ര
ചിത്രം താങ്കളെ പ്രകാശ് ഞാൻ സത്യത്തിൽ ഇപ്പോഴും കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ കാണാൻ സമയം കിട്ടിയിട്ട് വേണ്ടേ? ഓക്കെ. CPIഎമ്മിന്റെ നേതാവ്, മുൻ നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം, എസ് രാജേന്ദ്രൻ നമ്മുടെ മാധ്യമക്കാരോട് സംസാരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ 24 ആണ് ഇദ്ദേഹം BJP നേതാവ് പ്രകാശ് ജാവദേക്കറെ ഡൽഹിയിൽ കണ്ട കാര്യം പുറത്തുവിട്ടത്. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഞാൻ നേരെ പോയതുകൊണ്ടല്ലേ ഇങ്ങനെ ക്യാമറ പിടിച്ചു, ഞാൻ പിന്നിൽ കൂടെ പോയായിരുന്നേ കാണുമായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. വല്ലാത്തൊരു ചോദ്യമായി പോയി. അടുക്കള വഴി പോകേണ്ട നേതാവാണോ എസ് രാജേന്ദ്രൻ? നേരെ പോകട്ടെ. MM മണിയോട് ചോദിച്ചാൽ പ്രശ്നമാവും. പക്ഷേ എന്തായാലും എസ് രാജേന്ദ്രൻ പ്രകാശ് ജാവദേക്കറെ കണ്ടു. അതിന് പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ BJP ചുമതലയുള്ള നേതാവാണ് പ്രകാശ് ജാവദേക്കർ. അതുകൊണ്ട് തന്നെ ഈ മീറ്റിങ്ങിന് എന്തെങ്കിലുമൊക്കെ പ്രാധാന്യം ഉണ്ടാകുമെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ എന്തൊക്കെയാ ചേട്ടാ വിശേഷങ്ങള്? നടന്ന് ക്ഷണിച്ചോ? ഇല്ല, എന്താ പേര്? ഷംസുദ്ദീൻ. ഷംസുദ്ദീൻ. ഇവിടെവിടെയാ? കൊല്ലമാണ്. ഇത് കൊല്ലമാണല്ലോ. കണ്ടോൺമെന്റ് മൈതാനത്ത് അല്ലല്ലേ? നിയർ ബെൻസർ ഹോസ്പിറ്റൽ ആണ്. ഓക്കെ, താങ്ക് യു. ഒരു ക്ഷീണമൊന്നും വരാൻ പാടില്ല നമുക്ക്. നമ്മൾ ആരോഗ്യത്തോടെ ആവേശത്തോടെ നമ്മുടെ ഭാഷ പറഞ്ഞ വാർത്തയുടെ വീര്യത്തോടെ. താങ്കളുടെ പേര്? എൻ്റെ ഒരു മുരളി. ആ, നമ്മുടെ 24 കാണാറുണ്ടോ? ഉണ്ട്, എല്ലാ പരിപാടിയും കാണാറുണ്ട്. അപ്പൊ ഈ ഇലക്ഷൻ കാലത്ത് നമുക്ക് ചില സ്പെഷ്യൽ പരിപാടികളൊക്കെ ഉണ്ടാവും. നമ്മുടെ പെൺകുട്ടികൾ ഇപ്പൊ സൈക്കിളിലൊക്കെയാ. ഓക്കെ, അത് കണ്ടായിരുന്നു. താങ്കളുടെ പേര്? സേവിയർ, പള്ളിത്തോട്ടം. നടപ്പൊക്കെ ഉണ്ടോ? നടപ്പല്ല, എനിക്കിവിടെ അങ്ങയുടെ ഹെയർ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പണ്ടത്തെ നമ്മുടെ കോളേജ് കുട്ടികളുടെ കുരുക്കൂടില്ലേ, അതുപോലെ ഉണ്ട്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ വീട്ടിൽ കെട്ടി കാണും, ഒരു നിലയും വിലയും കിട്ടി കാണും അല്ലേ? തില്ലേരിയ. എന്താ ചെയ്യുന്ന? ഇപ്പം ലോഡിങ്ങിലായിരുന്നു, ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, വെറുതെ അങ്ങനെ നിക്കാൻ പാടുണ്ടോ? നമുക്ക് പ്രായം ഫീൽ ചെയ്ത് തുടങ്ങിയില്ലേ അല്ലേ ചേട്ടാ? ഇതൊക്കെ എങ്ങനെ? നടപ്പൊക്കെ ഉണ്ട്. എവിടെ താമസിക്കുന്നേ? ഞാൻ മുണ്ടക്കൽ. ഓക്കെ, സന്തോഷം. അപ്പൊ ഞങ്ങളൊന്ന് മുന്നോട്ട് പോവാ. കാര്യം എന്താണെന്നറിയോ, നമുക്ക് കുറച്ച് ആൾക്കാരെ കൂടെ കാണാനുണ്ട്. താങ്ക് യു. അപ്പൊ കൊല്ലക്കാർക്കൊക്കെ വളരെ രാവിലെ നടപ്പും ഒക്കെ തന്നെ ഉണ്ട്. എന്തോ കഴിക്കുന്ന ആഹാരത്തിനെ പറ്റി ഞങ്ങൾക്കൊന്ന് അറിയണം. സാർ എപ്പോഴും നോക്കിയാൽ കൊച്ചി ഇറക്കണ കണക്കിന്. അല്ല, മമ്മൂട്ടിയെ പറയുന്നതാണെങ്കിൽ സാറിനെ പറയണോ? ഞങ്ങൾക്ക് പറയണം, മമ്മൂട്ടിയെ പറയുന്നതാണെങ്കിൽ സാറിനെ പറയണമെന്ന്. ജനങ്ങളെ പറഞ്ഞല്ലേ കൊച്ചി ഇറക്കനെ പോലെ ഇരിക്കുന്നുണ്ട്. എന്താ ചെയ്യുക?